ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശലോം ടി വി യുവജനങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷം അവരുടെ ആഴമായ ഹൃദയത്തിൽ പതിക്കുവാനും വിശുദ്ധിയിൽ നടക്കുവാനുമായി ഉള്ള ചെറിയ സംസാരങ്ങളാണ് ഈ ടേണിംഗ് പോയിന്റിലുള്ളത്. അത് നമ്മെ സഹായിക്കാനായിട്ട് ഇന്ന് പാലക്കാട് രൂപതയിൽ 4 പേര് വന്നിട്ടുണ്ട്. 4 യുവജനങ്ങളുണ്ട്. പ്ലീസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ റോണ ജോസ്, പാലക്കാട് രൂപതയിലെ അഗളി ഫാത്തിമാത ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ അപ്പ, അമ്മ, അനിയത്തി, അനിയനാണുള്ളത്. എൻ്റെ പേര് ലിസ മരിയ. ഞാൻ പാലക്കയം സെൻറ് മേരീസ് ചർച്ച് ഇടവകമാണ്. എൻ്റെ വീട്ടിൽ അപ്പ, അമ്മ, ചേച്ചി, ചേട്ടൻ. ഞാനിപ്പോൾ BBA LLB പഠിക്കാൻ തുടങ്ങുന്നു. എൻ്റെ പേര് അന്ന റോസ്. ഞാൻ പാലക്കാട് സെയിൻറ്റ് ജോസഫ് ചർച്ച് പൊൻകണ്ടത്തിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ അപ്പ, അമ്മ, അമ്മച്ചി, പിന്നെ ചേട്ടനാണ്. എൻ്റെ പേര് നവീൻ. ഞാൻ പാലക്കാട് രൂപതയിലെ പുലാപ്പറ്റ ഹോളി ക്രോസ് ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, അനിയത്തി, അമ്മച്ചിയാണുള്ളത്. ഞാനിപ്പോൾ LLB പഠിക്കുന്നു. അപ്പോൾ 4 പേരെയും ഒരിക്കൽ കൂടി ടേണിംഗ് പോയിന്റ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തിടെ ഞാൻ അറിഞ്ഞ ഒരു അടിപൊളി വിശുദ്ധനുണ്ട്. വിശുദ്ധനായിട്ടില്ല, ഇങ്ങനെ ബ്ലെസ്സഡ് ആയിട്ടേ ഉള്ളൂ. ബ്ലെസ്സഡ് ആയിട്ടേ ഉള്ളൂ. മത്തയോ ഫെരീന എന്നാണ് പേര്. മത്തയോ ഫെരീന. അദ്ദേഹം വെറും 19 വയസ്സ് മാത്രം ജീവിച്ച് കടന്നുപോയ, നമുക്ക് ഈ കാർലോനെ മാത്രമല്ലേ പരിചയമുള്ളൂ. ഒരു സൈഡിൽ ഇങ്ങനെ ഒത്തിരി നല്ല കിഡിലും വിശുദ്ധന്മാർ നിൽപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹം 2009 മരിച്ചത്. അപ്പോൾ തന്നെ ബ്ലെസ്സഡായി. മത്തയോ ഫെരീനയുടെ ലൈഫ് ഭയങ്കര രസമാണ്. വളരെ ചെറുപ്പം ഒരു കെപ്യൂച്ചൻ പാരിഷിലായിരുന്നു ജനിച്ച് വളർന്നതൊക്കെ. അപ്പോൾ ഒരു ദിവസം പുള്ളിക്ക് പാദ്രപ്പിയോട് ഭയങ്കര സ്നേഹമുണ്ട്. അന്ന് ചെറുപ്പത്തിലുണ്ട്. പാദ്രപ്പിയെ എല്ലാവർക്കും വായിച്ചാലും കേട്ടാലും ഒത്തിരി ഇഷ്ടം തോന്നുന്ന വിശുദ്ധനാണല്ലോ. അപ്പോൾ പാദ്രപ്പിയുടെ ഇഷ്ടത്തിൽ ഒരു ദിവസം പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ച് പാദ്രപ്പിയോടൊക്കെ സംസാരിച്ച് കിടന്ന് ഉറങ്ങി. രാത്രി പാദ്രപ്പിയോ സ്വപ്നത്തിൽ അദ്ദേഹം ദർശനം കൊടുത്തെന്നാണ് രാവിലെ ഇതിൻ്റെ അദ്ദേഹം പറയുന്നത്. സ്വപ്നത്തിൽ ഇങ്ങനെ അദ്ദേഹം കേട്ടത്, പാദ്രപ്പി പറയാണ്, ദോസ് ഹു ആർ എവേ ഫ്രം സിൻ ഈസ് റിയലി ഇൻ ഹാപ്പിനെസ്. സോ ബി ഹോളി ആൻഡ് ബി ഹാപ്പി. നിങ്ങൾ പാപം ചെയ്യാത്തവൻ ശരിക്കും സന്തോഷത്തിലും ആനന്ദത്തിലുമാണ്. അതുകൊണ്ട് സന്തോഷിക്കുവാനായി നിങ്ങൾ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കും. ഇത് മത്തയോ ഫെരീന ഒരു ടാഗ്ലൈനായിട്ട് അങ്ങ് എടുത്തു. ബി ഹാപ്പി ആൻഡ് ബി ഹോളി. എന്നിട്ട് ഒരാൾ കൂടെ ആഡ് ചെയ്തു, മേക്ക് അതേഴ്സ് ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹോളി. എനിക്കിത് വായിച്ചപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. അതെന്ന് വെച്ചാൽ മത്തയോ ഫെരീന അതിന് കണ്ടിന്യൂ ചെയ്യുന്ന ഇങ്ങനെയാണ്. എൻ്റെ ഉള്ളിൽ പറയുന്നത്, എനിക്ക് ഐ റിയലി നീഡ് ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. എനിക്ക് ഒത്തിരി കൂട്ടുകാരെ വേണം. എനിക്ക് കൂട്ടുകൂടാൻ വേണ്ടിയല്ല, I need to make everyone saints and make sure that they also reach heaven. അവരെല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഒത്തിരി കൂട്ടുകാരുണ്ടാകും. ഇതെല്ലാം അവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അവൻ്റെ ഡയറക്ട് ഗ്രൂപ്പിൽ എഴുതിയേക്കുന്നതാണ്. അവനേക്കാൾ രസകരമായിട്ട് എഴുതിയേക്കുന്നതാണ്, I am a virus of God and I will infiltrate into the life of others like a virus and make them polluted, corrupted with the love of God. ഞാൻ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ ഭയങ്കര സ്റ്റണ്ടായി പോയി. ദൈവം ഒരു കൊച്ചി 16-17 വയസ്സൊക്കെ ഉള്ളപ്പോൾ എഴുതുകയാണ്, ഞാൻ ഈശോയുടെ വൈറസാണ്, ഞാൻ എല്ലാവരുടെ ജീവിതത്തിലേക്ക് തുറന്നു കയറും, എന്നിട്ട് അവരെല്ലാവരെയും കറപ്റ്റഡ് ആക്കി ദൈവസ്നേഹം കൊണ്ട്. എനിക്ക് ഭയങ്കര വായിച്ചപ്പോഴത്തേക്ക് തോന്നുന്നു ഈ ലോകം മുഴുവൻ അറിയണ്ട, യങ്സ്റ്റേഴ്സ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സെയിൻസ് തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ടേണിംഗ് പോയിന്റിന്റെ ചെറിയ സബ്ജക്റ്റ് തന്നെയാണ്, എങ്ങനെ യൗവനത്തിൽ വിശുദ്ധി ജീവിക്കും, എങ്ങനെ യൗവനത്തിൽ വിശുദ്ധരാവാം, എങ്ങനെ വലിയൊരു സ്വപ്നം ഒരാൾക്കുണ്ടാവേണ്ട ഏറ്റവും മിനിമം സ്വപ്നമായിരിക്കണം, ഒരു കത്തോലിക്കനുണ്ടാവേണ്ട ഏറ്റവും മിനിമം സ്വപ്നമായിരിക്കണം വിശുദ്ധനാണെന്നുള്ളത്. നമുക്ക് നമ്മളുടെ തന്നെ ഒരു എങ്ങനെ വിശുദ്ധിയെപ്പറ്റിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. എനിക്ക് ചെറുപ്പം തൊട്ട് ഞാനൊരു 6th 7th പഠിക്കുന്ന സമയത്താണ് ഈ വിശുദ്ധനാവണം അല്ലെങ്കിൽ വിശുദ്ധരാവണം എന്നുള്ള സാധനം എൻ്റെ ലൈഫിലേക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത്. അതിന് മുമ്പ് സിസ്റ്റേഴ്സ് അച്ഛന്മാരൊക്കെ പറയുന്നത് ഓർമ്മയുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ ടച്ചിങ് ആവുന്ന ആ ഒരു സമയത്താണ്. ഞാൻ റിട്രീറ്റ് കൂടാൻ പോയത് ഓർക്കുന്നുണ്ട്. ആ സമയത്താണ് അവിടുത്തെ അച്ഛൻ ഇങ്ങനെ പറയുന്നത്, നമ്മളുടെ എയിം എന്ന് പറയുന്നത്, പ്രൈമറി എയിം എന്ന് പറയുന്നത് വിശുദ്ധരാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വചനമൊക്കെ എടുത്തു പറഞ്ഞു, അതായത് കർത്താവ് ആദ്യം പറഞ്ഞത് അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കാനാണ്, അതിന് ശേഷമാണ് ബാക്കിയുള്ളതെല്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഒരു പ്രയോറിറ്റി പിന്നെയുള്ള ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്തു. നമുക്ക് ആദ്യം ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ പിന്നെയുള്ള എൻ്റെ സ്റ്റഡി ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലാണെങ്കിലും എല്ലായിടത്തും നമ്മളൊരു കുഞ്ഞു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും അവിടെ പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കാനായിട്ടും വിശുദ്ധി ജീവിക്കുന്നതിനെ, അത് ദൈവം നമുക്ക് തന്ന ആ ഒരു വിശുദ്ധി, നമുക്ക് ഈ മാമോദിസയിലൊക്കെ കിട്ടുന്ന ആ ഒരു വിശുദ്ധീനെ, അതിനെ എങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മുറുകെ പിടിക്കാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി. അത് പിന്നെ എൻ്റെ ലൈഫിൽ എല്ലാ സ്ഥലത്തും, സ്റ്റഡിയുടെ പഠനത്തിൻ്റെ മേഖലയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലയാണെങ്കിലും സോഷ്യൽ ലൈഫാണെങ്കിലും എല്ലായിടത്തും അതൊരു ഭയങ്കര ഒരു ഡേ നൈറ്റ് ഡിഫറൻസ് ഉണ്ടാക്കിയ ഒരു കണ്ടീഷൻ. ഒരു ഫിൽട്ടർ ആക്കി അല്ലെങ്കിൽ ഒരു ചെക്കാക്കി സൈഡിൽ വെച്ചിട്ട് ബാക്കിയൊക്കെ മുട്ടിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പം കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വേണ്ടെന്ന് വ്യക്തമായിട്ട് വെക്കാൻ പറ്റും അല്ലേ. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഇതായതുകൊണ്ട് തന്നെ
പിന്നെ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പം ചെറുപ്പം മുതലേ അപ്പനും അമ്മയും ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമായിരുന്നു, എന്തൊക്കെ ചെയ്താലും അത് അതിൻ്റെ വിശുദ്ധിയിൽ ചെയ്യണം, നിന്റെ അൾട്ടിമേറ്റ് എയിം ഒരു വിശുദ്ധയാവണം എന്നുള്ളതായിരിക്കണം എന്ന് ചെറുപ്പം മുതലേ അപ്പനും അമ്മയും ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച കാര്യം. വചനം പറയുന്നത് വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി തീരും, അത് അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. അപ്പം അന്ന് മുതലേ അപ്പനും അമ്മയും ഞങ്ങളെ അത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്നെ ട്രിഗർ ചെയ്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. അദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ്, അവനും അവൾക്കും വിശുദ്ധയാകാം, എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ. അത് ശരിക്കും എന്നെ ട്രിഗർ ചെയ്തൊരു സംഭവമാണ്. കാരണം ശരിക്കും അദ്ദേഹം പറയുന്നത് എത്ര ശരിയാണ്. ഇപ്പൊ എത്ര വിശുദ്ധരുണ്ട്, അവരൊക്കെ എത്ര പ്രലോഭനങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ടും അവർ ആ ഈശോയ്ക്ക് വേണ്ടി ആ വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട് നമുക്കൊക്കെ ഒരു മാതൃക നൽകുന്ന ഒരു ഇതാണ്. ശരിക്കിത് ഈ വിശുദ്ധരെ അറിയുമ്പോഴത്തേക്കാണ് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നത്. നേരത്തെ ഇവൻ പറഞ്ഞോളൂ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ സൺഡേ ധ്യാനത്തിൽ കേട്ടതോ അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു കൊടുത്തോ, ശരിക്കും നമ്മൾ ചെറുപ്പകാലം മുതലേ ഒത്തിരി വിശുദ്ധരെ പരിചയപ്പെടുത്തണം കുഞ്ഞുങ്ങൾ. കാരണം എനിക്ക് വിശുദ്ധരെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ഡെഫിനേഷൻ എനിക്ക് തോന്നിയിരിക്കുന്നതാണ്, ആക്ച്വലി എ സെയിന്റ് ഈസ് വൺ, ഗോസ്പല് സിംപ്ലിഫൈ ചെയ്ത ഒരാളാണ് സെയിന്റ്, ഗോസ്പല് ഇൻകൾച്ചറേറ്റ് ചെയ്ത ഒരാളാണ് സെയിന്റ്, ഗോസ്പല് കോണ്ടക്സ്റ്റലൈസ് ചെയ്ത ഒരാളാണ് സെയിന്റ്. അതായത് സുവിശേഷം ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്ന ആളാണ് വിശുദ്ധർ. അവരെ വായിക്കാൻ നമുക്ക് എളുപ്പമാണ്. അവർ സുവിശേഷത്തിന്റെ കമന്ററിയാണ് ഓരോ വിശുദ്ധന്റെ ജീവിതം. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ മാക്സിമം എക്സ്പോഷർ വിശുദ്ധ ലൈഫിലേക്കൊക്കെ ബാല്യം മുതൽ കൊടുക്കാൻ പേരൻസ് ഒക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുവാണെങ്കിൽ, സൺഡേ സ്കൂളൊക്കെ ഒക്കേഷനൊക്കെ ആക്കുവാണെങ്കിൽ ധ്യാനമൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് സംഘടിപ്പിക്കാൻ വലിയ സാധ്യതയാണ്. ഫൈൻ. ഇതിനോട് കൂട്ടിച്ചേർത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇങ്ങനെ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ സെഹിയോൻ ഇറക്കുന്ന നിഗൂഢമന്ന എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് പല വിശുദ്ധരെ കുറിച്ചുള്ള ഒരു സീരീസ് ഓഫ് ബുക്സാണ്. അപ്പോൾ അതിനകത്ത് ഭയങ്കര ഷോർട്ടായിട്ട് വിശുദ്ധരുടെ ചരിത്രം ഉണ്ട്. അപ്പം ഈ സാധനം വായിച്ച് തീർക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതായത് എനിക്കും എൻ്റെ ചേട്ടായിക്കും ഞങ്ങൾ ഒരു ബുക്ക് കഴിഞ്ഞാൽ അടുത്ത ബുക്ക്, അങ്ങനെ ഒരു സമയത്ത് കുറേ വിശുദ്ധരെ പറ്റി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വിശുദ്ധരെ കുറിച്ചൊക്കെ ഞങ്ങൾ അറിയുമെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും വിശുദ്ധയാവണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അതിനുള്ളൊരു ദാഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈയിടെ ഒരു 2-3 മന്ത്സിൻ്റെ ഉള്ളിലാണ് എനിക്കങ്ങനെ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചാന്ന് തോന്നുന്നു. എനിക്ക് വിശുദ്ധയായ കൊള്ളാലോ എന്നൊരു ആ ഒരു ദാഹം തോന്നുന്നത് ഇപ്പോഴാണ്. അപ്പം അതിൽ പിന്നെ നമുക്കൊരു ചേഞ്ചൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ ജീവിക്കാനൊരു പ്രചോദനം. അത് നമുക്കും പറ്റും, നമുക്കും അതിന് പോസിബിൾ ആണെന്നൊക്കെ തോന്നുന്നത് ഇപ്പോഴാണ്. നമുക്ക് നന്നായി ജീവിക്കണം എന്നൊരാഗ്രഹമൊക്കെ പണ്ടുകൊണ്ടായിരുന്നു. അതെല്ലാവർക്കുള്ള സ്വാഭാവിക ഇഷ്ടമാണല്ലോ. എനിക്കും പറ്റുമെന്ന് പറഞ്ഞല്ലേ, എന്നെ ഇങ്ങനെ ഒരു വിശുദ്ധൻ അവൻ ആദ്യ സ്വപ്നമൊക്കെ തന്നത് ഇതുപോലത്തെ ഒരു വാചകം പറഞ്ഞ ഒരു വിശുദ്ധന, അത് മാക്സിമിലിയൻ കോൾബെയാണ്. ഒരു സൂപ്പർ സ്റ്റാർ വിശുദ്ധനാണ്. നമുക്കൊരു ഭയങ്കര ഹോളിവുഡ് സിനിമ കാണുന്ന ഫീലിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന ജീവചരിത്രമാണ്. 2ാം ലോക മഹായുദ്ധ കാലത്താണ് മാക്സിമിലിയൻ കോൾബെ ജീവിച്ച് കടന്നുപോയത്. ഒരു ഫ്രാൻസിസ്കൻ വൈദികനായിട്ട് ജീവിച്ച് കടന്നുപോയ കൺവെൻജൽസൺ സഭയൊക്കെ ഉണ്ടാക്കപ്പെട്ട വിശുദ്ധനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ബാല്യമൊക്കെ ഭയങ്കര ശോകമായിരുന്നു. ഭയങ്കര അലമ്പരും തല്ലുകൊള്ളിയൊക്കെ നടന്നിട്ട് പെട്ടെന്നൊരു കൺവേർഷനൊക്കെ നടന്ന് മാതാവിൻ്റെ ദർശനമൊക്കെ കിട്ടി. പിന്നീട് അച്ഛനായി, പിന്നീട് രക്തസാക്ഷിയായ ആളാണ്. അദ്ദേഹത്തിൻ്റെ എനിക്ക് നോവിഷീറ്റ് വെച്ചു. എനിക്ക് 18 വയസ്സുള്ളപ്പോഴത്തേക്കാണ് ഞാൻ നോവിഷീറ്റിലായിരിക്കും അദ്ദേഹത്തെ പുസ്തകം, ഒരു കുഞ്ഞു പുസ്തകമാണ് അദ്ദേഹം ധരിച്ചിട്ട്. ഞാൻ പുസ്തകത്തിൻ്റെ പേര് വിട്ടുപോയി. 3 അക്കങ്ങളാണ് പുസ്തകത്തിൽ. അതായത് അദ്ദേഹം ജയിലിൽ ധരിച്ചിരുന്ന ഉടുപ്പിൻ്റെ നമ്പറുണ്ടല്ലോ, ആ നമ്പറാണ് പുസ്തകത്തിൻ്റെ പേരും. ഞാൻ ഒരു രാത്രി കൊണ്ട് തന്നെ കുത്തിയിരുന്ന് അവസാനം ചെറിയ പുസ്തകം ഓടിച്ച് വായിച്ചെടുത്ത് ഞാനിങ്ങനെ രാത്രി ഈ ജേണൽ എഴുതുന്ന ശീലമൊക്കെ ഉണ്ട്. അതായത് സ്പിരിച്വൽ ജേണൽ എഴുതുമായിരുന്നു. നമ്മൾ രാത്രിയാകുമ്പോൾ ആ ദിവസത്തെ മുഴുവൊക്കെ ഇരുന്നിട്ട് ഈശോക്ക് എഴുത്തൊക്കെ എഴുതുന്ന ശീലമൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞാനന്നിങ്ങനെ മുഴുവൻ വായിച്ചിട്ട് വിശുദ്ധനെ പറ്റി വായിച്ച ഇഷ്ടപ്പെട്ട ചില വാക്കുണ്ട്. അത് ഒരു വാക്ക് നേരത്തെ പറഞ്ഞത്. വിശുദ്ധൻ പറയാണ്, എല്ലാവർക്കും ജീനിയസ് ആവാൻ പറ്റില്ല, എല്ലാവർക്കും വിശുദ്ധരാവാം. ഞാനത് എൻ്റെ ഡയറിയെ കുറിച്ച് വെച്ചു. എന്നിട്ട് വീണ്ടും വിശുദ്ധൻ കണ്ടിന്യൂ ആണ്, വിശുദ്ധരും വീണു പോയിട്ടുണ്ട്, പക്ഷെ അവര് ദൈവത്തെ നോക്കി വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നിനക്കും ഒരു വിശുദ്ധനാവാം. ഞാനിതെല്ലാം എഴുതി വെച്ചിട്ട് അടിയിലെഴുതി എന്ന് സ്വന്തം വിശുദ്ധ ജെറിൻ. എനിക്ക് ഭയങ്കര ഒരു കൊതി കൊണ്ടെന്ന് എഴുതി. അതിന് നമ്മൾ എങ്ങും എത്തിയിട്ടുമില്ല. ഇപ്പോഴും നമ്മളങ്ങനെയാണ് വീണ് പോകുമ്പോൾ നമ്മൾ പറയുന്ന ആശ്വാസമാക്കാനാണല്ലോ. മദർ തെരേസ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ വിജയിക്കണമെന്നില്ല, നിങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ശരിക്കും നമുക്കിങ്ങനെ നമ്മളെ പ്രചോദിപ്പിച്ച ഒത്തിരി വിശുദ്ധന്മാരെ കാണും. നമ്മൾ മറന്നുപോയിട്ടൊക്കെ ആയിരിക്കും. അച്ഛൻ വീണ് പോയവരുടെ കാര്യം പറഞ്ഞല്ലോ. എന്നെ സ്വാധീനിച്ച വലിയൊരു വിശുദ്ധനാണ് ഇപ്പോൾ വേദപാരംഗതനൊക്കെയാണ് വിശുദ്ധ അഗസ്റ്റിൻ. ഏകദേശം തന്റെ ലൈഫിന്റെ ഹാഫോളം പാപിയായിട്ട് ജീവിച്ച് 31-32 വർഷത്തോളം. അതെ. അതിന്റെ ഇരട്ടി തീക്ഷ്ണതയോടെ സഭയെ സ്നേഹിച്ച, ശുശ്രൂഷിച്ച വിശുദ്ധനാണ്. ആ കളഞ്ഞ വർഷങ്ങളെല്ലാം അദ്ദേഹം തിരിച്ചെടുത്തു.
അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ലവിങ് ഗോഡ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് അഡ്വെഞ്ചർ. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. അപ്പം വീണ് പോയാലും എഴുന്നേൽക്കുക, ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പിന്നെ വിശുദ്ധിക്കെതിരായ സിൻസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ടെംപ്റ്റേഷൻസ് ഉണ്ടാകുമ്പോൾ സെയിൻറ്റ് മരിയ ഗൊരേത്തിയുടെ ഗട്സ് നമുക്ക് ഉണ്ടാവണം അല്ലേ. പിന്നെ ഞാൻ ആദ്യ കുർബാനയ്ക്ക് പഠിക്കുമ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, എപ്പോഴും സാക്രമെൻ്റൽ ലൈഫിലായിരിക്കും, അപ്പം നമുക്ക് പ്രലോഭനങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കാൻ പറ്റും. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, അതായത് പ്രത്യേകിച്ച് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കാട് പിടിച്ച് കിടക്കുന്ന വഴി പോലെയാണ്. നമ്മൾ എത്രമാത്രം അതിൽ കൂടെ നടക്കുന്നോ, വെട്ടി എടുക്കുന്നോ, അതനുസരിച്ച് അത് ആ പാത അങ്ങ് ക്ലിയർ ആവും. പക്ഷെ നമ്മൾ എന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു, അത് നടക്കാൻ അതെ അതെ അത് പിന്നെയും കാട് പിടിക്കും. സ്റ്റെഡ്ഫാസ്റ്റ് ആയിരിക്കണം നമ്മള് വീണ്. ഈ അഗസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് അഗസ്റ്റിന് നമ്മൾ അറിയാതെ പോലെ ഡാർക്ക് സൈഡ് ഉണ്ട് വിശുദ്ധനായി. അതായത് വിശുദ്ധിയിലേക്ക് വന്നതിന് ശേഷം അഗസ്റ്റിന് ഇങ്ങനെ എനിക്ക് 32-ാം വയസ്സിൽ കൺവേർഷൻ ഉണ്ടായി, 33-ലോ 34-ലോ അച്ഛനായി, 38-ാം വയസ്സിൽ രണ്ടും ബിഷപ്പായി. പിന്നെ റെസ്റ്റ് ഓഫ് ലൈഫ് മുഴുവൻ നയിക്കുകയാണ്. ഞാൻ 2 കാര്യങ്ങളിലേക്ക് ഞാൻ ദൈവമേ എന്തിനാണ് ഇതുപോലത്തെ നമ്മൾ പറഞ്ഞാൽ ലിറ്ററലി വ്യഭിചാരിയായിരുന്ന വേറൊരു കുഞ്ഞുണ്ടായിരുന്ന ഒരാളെ പിടിച്ച് നമ്മൾ അൾത്താരമടക്കത്ത് വെച്ച അവസ്ഥ ആലോചിച്ച് നോക്കി. ശരിക്കും എന്തിനാണ് തിരുസഭ ഇതുപോലെ റിസ്ക് എടുത്ത്, അല്ലെങ്കിൽ ദൈവം അനുവദിച്ചത്? ഒന്ന് കാര്യം മാത്രമേ ഉള്ളൂ, ഏറ്റവും പാപി എന്ന് വിചാരിക്കുന്ന ആൾക്കും എപ്പോഴും ഒരു പോസിബിലിറ്റി ഉണ്ട്. അതാണ് ഈ വിശുദ്ധിയെപ്പറ്റുള്ള ഏറ്റവും വലിയ കാര്യം. എത്ര പാപി ആയിക്കോട്ടെ, എത്ര വീണ് പോയിക്കോട്ടെ, അന്നേരം ലാസ്റ്റ് മൊമെന്റ്, നല്ല കളറിനെ പറ്റിയൊക്കെ പറയുന്ന പോലെ ഏത് കളറാണ് നല്ലവനായിട്ടുള്ളത്, പക്ഷെ അവന് കൃത്യമായിട്ടൊരു പോയിന്റിൽ അവന് കർത്താവിന് ഹൃദയം കേൾക്കാൻ പറ്റി. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും ഒരു സാധ്യത, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കൊള്ളത്തില്ല, എൻ്റെ ജീവിതം നശിച്ചു പോയി, ഞാൻ മോശമാണ്, എല്ലാ അഡിക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഉള്ള വലിയ ആശയം. അതുകൊണ്ടാണ് എല്ലാ കാരണത്തും കുറെ വിശുദ്ധന്മാരെ സഭ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി വിടുന്നത്. പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ അഗസ്റ്റിന് 2ാം പാർട്ട് കൂടെയുണ്ട്. അഗസ്റ്റിൻ ഇങ്ങനെ വിശുദ്ധിയിലേക്ക് ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് അഗസ്റ്റിൻ്റെ ഒരു ലൈഫ് പാർട്ണർ ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞൊക്കെ ഉണ്ടായിരുന്ന ലൈഫ് പാർട്ണർ ഉണ്ട്. ലൈഫ് പാർട്ണർ വീണ്ടും അഗസ്റ്റിനെ കാണാൻ വന്നു. അഗസ്റ്റിനെ ടെംപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അഗസ്റ്റിൻ പറയുന്നൊരു വാക്കുണ്ട്, മൈ ഡിയർ, നീ പഴയ നീ തന്നെയായിരിക്കും, ഞാൻ പഴയ ഞാനല്ല. നീ പഴയ നീയാണ്, പക്ഷെ ഞാൻ പഴയ അഗസ്റ്റിനല്ല, ഞാനിന്ന് കർത്താവിൻ്റെ അഗസ്റ്റിനാണ്. ഇതൊക്കെ പറയണമെങ്കിൽ അപാര ഗട്സ് വേണം. പിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ സന്തോഷത്തെ പറ്റിയൊക്കെ വളരെ പുച്ഛത്തോടെ, നേരത്തെ നമ്മുടെ പഴയ എപ്പിസോഡിൽ പറഞ്ഞ പോലെ എല്ലാം നിത്യതയെ നോക്കി കണ്ട് ബാക്കിയെല്ലാം ചുമ്മാ ഒന്നുമില്ല, നമ്മൾ ചീട് കേസെന്നൊക്കെ പറഞ്ഞ വലിച്ചെറിയണ വലിയ അപാര ഗട്സ്. ഇതൊക്കെ പരിശുദ്ധാത്മാവ് തരുന്നതാണ്. നമ്മൾ എഫേർട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇനി പറഞ്ഞ പോലെ ആ വഴിയുടെ എഫേർട്ട് എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന കാര്യങ്ങളാണ്. ശരിക്കും നമുക്ക് ഈ വിശുദ്ധിക്കുള്ള അതിനുള്ള എല്ലാ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ ഈ ദിവസങ്ങളിലാണ് സഭ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലാണ് ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ശരിക്കും മാമോദീസായിൽ ഈശോ നമുക്ക് പാമോദിന് വേണ്ടി നേടുന്ന ആ രക്ഷ നമ്മൾ ആക്സസ് ചെയ്യുന്നു, നമ്മളുടെ പാപങ്ങളെല്ലാം അതിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പം തന്നെ നമുക്ക് ആ മൊമെന്റിൽ വിശുദ്ധി എന്ന് പറയുന്ന സാധനം കിട്ടി. ശരിക്കും ആ ഒരു കൊച്ചെന്ന് പറയുന്നത് ശരിക്കും ലിറ്ററലി നമുക്ക് വിശുദ്ധൻ തന്നെ വിളിക്കാൻ പറ്റുന്നതാണ്. സഭ വിശുദ്ധനാക്കുന്നത് ആ സ്റ്റേറ്റിൽ കിട്ടിയ ആളെ തന്നെയാണ് സഭ വീണ്ടും വിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ ചെറുപ്പത്തിൽ കിട്ടിയ ദൈവം തന്ന ഒരു വലിയ നിധിനെ നമ്മളിങ്ങനെ അതിനിങ്ങനെ എന്താ മൺപാത്രത്തിൽ കിട്ടിയ നിധി എന്ന് പറഞ്ഞ പോലെ സൂക്ഷിച്ച് നമ്മൾ അതിനെ അവസാനം വരെ നിലനിൽക്കാൻ വേണ്ടിയുള്ള എഫേർട്ട്, അതിനുള്ള എല്ലാ ഗ്രേസും തരാനുള്ള വഴികൾ ദൈവം കൂദാശകളിലൂടെ, ചേച്ചി പറഞ്ഞ കൂദാശകളിലൂടെ ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ കുമ്പസാരത്തിലൂടെ വീണുപോയാൽ എഴുന്നേക്കാൻ ഒക്കെയുള്ള ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ചാവറപിതാവ് പറഞ്ഞു വെച്ച, ചാവറപിതാവിൻ്റെ മരണ സമയത്ത് ചാവറപിതാവ് പറഞ്ഞു വെച്ച വാക്യങ്ങളാണ്. എനിക്ക് കിട്ടിയ ആ ദൈവത്തിൻ്റെ കൃപാവരത്തെ, മാമോദിസയിൽ എനിക്ക് കിട്ടിയ കൃപാവരത്തെ ഞാൻ ഇതുവരെ നഷ്ടമാക്കിയില്ല എന്ന് ചാവറപിതാവ് പറഞ്ഞു വെച്ച ആ വാക്കുകളാണ്. ഭയങ്കര ഒരു നമുക്ക് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ചാവറപിതാവിൻ്റെ കൊച്ചായതുകൊണ്ട് തന്നെ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ എങ്ങനെ മനുഷ്യന് അത് മരിക്കാൻ നേരത്തെ എങ്ങനെ പറയാൻ പറ്റും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ ഒരിക്കലും മരിക്കാൻ നേരത്തെ കള്ളത്തരം പറയത്തില്ല ഒരു മനുഷ്യൻ. എന്നാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് മാമോദിസയിൽ കിട്ടിയ ദൈവവര പ്രസാദം ഒരിക്കലും ഞാനിപ്പോൾ ആലോചിച്ച് എനിക്ക് മനസ്സിലായത്, മാമോദിസയിൽ ദൈവവര പ്രസാദം നഷ്ടപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരിക്കലും ചാവറച്ച ഒരിക്കൽ പോലും കുഞ്ഞു പാപം ചെയ്തിട്ടുള്ളൊന്നും ആവില്ല. കുറച്ച് ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ദൈവവര പ്രസാദം നഷ്ടപ്പെടുന്നില്ല കംപ്ലീറ്റ്ലി. നമുക്ക് അതിൻ്റെ മേളിൽ കുറച്ച് പൊടിയൊക്കെ വീഴുന്നല്ലേ ഉള്ളൂ. ദൈവവര പ്രസാദം നഷ്ടപ്പെടുന്നത് നമ്മൾ കഠിനമായ പാപം ചെയ്ത് മനസ്തപിക്കാതിരിക്കുമ്പോഴാണ്. എനിക്ക് മാരകപാപം ചെയ്തിട്ട് മനസ്തപിക്കാതിരിക്കുമ്പോഴും ഏറ്റവും പറയുന്നത് അത് ഒരിക്കലും ചാവറച്ച പിതാവിന് സംഭവിച്ചു ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഇവരെ വിശുദ്ധരായിട്ട് ഉയർത്തുന്നത്. മാരകപാപത്തിൽ വീണു പോവാതെ അവരുടെ ആത്മാവിനെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ പറ്റുന്നതുകൊണ്ടും അതങ്ങനെ സംഭവിക്കാൻ നേരത്തെ പറഞ്ഞു. കുമ്പസാരം ചെറിയ പാപങ്ങളൊക്കെ വീഴുമ്പോൾ തന്നെ തട്ടി കളഞ്ഞിട്ട് ഈ കുമ്പസാരത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ഭാഗം, നമ്മളൊക്കെ പാപം ചെയ്ത് വീണ് കീറി പറഞ്ഞിട്ടാണ് കുമ്പസാരിക്കാൻ പോകുന്നത്. ശരിക്കും അന്നേരം അല്ല പോകേണ്ടത്. വിശുദ്ധി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ പാപം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഫീൽ ഉണ്ട്, ശരിക്കും ഫീൽ. നമുക്കറിയാമല്ലോ, നമ്മൾ വീക്കായി തുടങ്ങും. നമ്മൾ വലിയ പാപമൊന്നും ആദ്യം ചെയ്യുന്നില്ലല്ലോ, കുഞ്ഞു കുഞ്ഞു പാപങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചൊക്കെ തുടങ്ങും. ഇതുവരെ ചൂടാവാത്താലൊക്കെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. നമ്മൾ ഫ്രസ്ട്രേഷൻ കാണിച്ചു തുടങ്ങും. അതിനൊക്കെ അർത്ഥം നമ്മൾ വീക്കായെന്നുള്ളതാണ്.
ഈ വണ്ടിയൊക്കെ ഓടിക്കണമെങ്കിൽ കിരികിര ശബ്ദം കേൾക്കൂല, അതിനടുത്ത് തന്നെ വണ്ടിക്ക് പണി കയറ്റാൻ സമയമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗ്രേസ് കുറഞ്ഞു പോയെന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഓടിപ്പോയി കുമ്പസാരിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് വീണ്ടും ട്രാക്കിലാവാൻ പറ്റും. ഇത് സഭ ഭയങ്കര അതിവിദഗ്ധമായിട്ട് ഈ മാതാവ് എന്നൊക്കെ ചുമ്മാതാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് എത്ര രസമായിട്ടാണ് നമ്മുടെ മാമോദിസ മുതൽ നമ്മുടെ അവസാനം കുഴി വെക്കുന്നവരെ കൃത്യമായിട്ട് അക്കമ്പനി ചെയ്ത് ഇവൻ വീണ് പോകല്ലേ, ഇവൾ വീണ് പോകല്ലേ, സ്വർഗത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് വിചാരിച്ച് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നത്. ബ്യൂട്ടിഫുൾ. ഒരു സാറ് ഇങ്ങനെ രസകരമായിട്ട് കുമ്പസാരത്തെ പറ്റി പറഞ്ഞാണ്. അദ്ദേഹം പറയാണ്, നമ്മൾ ഈ കുമ്പസാരത്തിന് പോകുമ്പോൾ കുമ്പസാരത്തിന് മുമ്പ് ഒരു സെൽഫി എടുക്കണം, കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് ഒരു സെൽഫി എടുക്കണം. കൃത്യമായിട്ട് വ്യത്യാസം. ഞാൻ പരീക്ഷിച്ചിട്ടില്ല, എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. ഇത് കറക്റ്റാണ്. കാരണം കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പുതിയ വ്യക്തിയാണല്ലോ. എനിക്ക് പഴയ വെള്ളവസ്ത്രം തമ്പുരാൻ തിരിച്ചു നൽകി കംപ്ലീറ്റ്ലി ക്ലീൻ വാഷാക്കി പിന്നെ അങ്ങ് തിരിച്ചു വിടും. നമ്മൾ ഈ പരസ്യത്തിൽ കാണുന്ന പോലെ അവസാനം ഈ 2 കൃമി ഒളിച്ചിരിക്കത്തില്ലേ, ഈ ഒരു സോപ്പ്, അത് 2 കൃമി ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ വിടുന്നത്. ഭയങ്കര എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ഈ സഭ. നമുക്ക് ഒരു സംവിധാനങ്ങളല്ലേ, നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു പോവാം. നമ്മൾ മത്തയോ ഫെരീനിലാണ് തുടങ്ങിയത്, നമുക്ക് അവനിലേക്ക് തിരിച്ചു പോവാം. അതായത് അവൻ പറഞ്ഞ ആദ്യ കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നേ, ഞാൻ സ്കൂളിൽ പോകുന്നത്, ഞാൻ ഫ്രണ്ട്സിനെ കാണുന്നത് ചുമ്മാ കൂട്ടുകൂടാൻ വേണ്ടിയല്ല. ഐ വാണ്ട് ടു ഇൻഫിൽട്രേറ്റ് ഇൻ ടു ദെയർ ലൈഫ് ലൈക്ക് എ വൈറസ്. അപ്പോൾ അത് ശരിക്കും എനിക്ക് തോന്നി, നമ്മളെല്ലാ സമയത്തും ഓൾ ബാപ്റ്റൈസ്ഡ് ആർ മിഷണറീസ്. മാമോദിസ സ്വീകരിച്ച എല്ലാവരും മിഷണറീസ് ആണല്ലോ. ഇപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, കുറച്ച് ആത്മായ പ്രേക്ഷിതർ എന്നൊക്കെ, അതല്ലല്ലോ ശരിക്കും. വി ഓൾ ആർ മിഷണറീസ്. നമ്മളെല്ലാം ഒരു ബോട്ടിലെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ഈ പ്രായത്തിൽ ഹൗ ഡു യു നിങ്ങളുടെ മിഷൻ എങ്ങനെ ചെയ്യുന്നത്? കുറച്ച് നാൾ മുന്നേ വരെ എനിക്കിങ്ങനെ മിഷൻ പ്രവർത്തനം എന്ന് പറയാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ അങ്ങേക്ക് വേണ്ടി വേല ചെയ്യാൻ. നമ്മൾ അറിയാതെ ആണെങ്കിൽ കൂടെ അത് സ്ഥിരമുള്ള പ്രാർത്ഥനകളിൽ കടന്നു വരുന്ന ഒരു സംഭവം. വലിയൊരു മിഷനാണല്ലോ. കാരണം നമ്മുടെ ഈ ലോകത്ത് ഒരു മഠത്തിന് പുറത്തിറങ്ങാത്ത ആളാണല്ലോ മിഷന്മാരുടെ ഒരു മധ്യസ്ഥ കൊച്ചുരസ്യപ്പുള്ളി. ഒരിക്കലും മിഷൻ കണ്ടിട്ടില്ല. മറ്റു മധ്യസ്ഥൻ ഉറപ്പായിട്ടും ഫ്രാൻസിസ് സേവർ ലോകം മുഴുവൻ ഓടി നടന്ന ആളാണ്. പ്ലീസ് കണ്ടിന്യൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് അങ്ങേക്ക് വേണ്ടി വേല ചെയ്യാൻ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഓരോ അവസരങ്ങൾ കിട്ടും. അതായത് ഓരോ സാഹചര്യങ്ങൾ കർത്താവിനെ കുറിച്ച് പറയാനും. ഇപ്പം അറിയില്ലാത്ത കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ചിലപ്പം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് വെയർ ചെയ്യുമ്പം താവോ അതെന്താന്നൊക്കെ വന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ കുർബാനയ്ക്ക് പോകാൻ വണ്ടി കയറാൻ നിൽക്കുമ്പം കുർബാനയ്ക്ക് എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുർബാനയ്ക്ക് പോകാം, അവിടെ എന്താന്നൊക്കെ അറിയില്ലാത്ത കുട്ടികൾ ചോദിക്കും. അപ്പം നമുക്ക് അങ്ങനെ പറയാനും, അങ്ങനെ എനിക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വരെ പറ്റിയിട്ടുണ്ട് നമ്മുടെ ക്രിസ്ത്യാനികളല്ലാത്ത കുട്ടികളെ. താവോ കാണിച്ചുകൊണ്ട് നമുക്ക് അസീസിനെ മെൻഷൻ ചെയ്ത് തന്നെ പോകണം. അസീസ് പറഞ്ഞ പോലെ preach the good news at all times, if necessary use the words. എപ്പോഴും സുവിശേഷം പറഞ്ഞുകൊണ്ട് സുവിശേഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക, വേണേ മാത്രം വാതുറക്കുക. കോളേജ് ലൈഫിലൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഗോസ്പൽ അത് തന്നെയാണ്. അപ്പം അങ്ങനെ കർത്താവ് തന്നെ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. നമുക്ക് കർത്താവിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പറയാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും. കർത്താവിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രം പറയാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് എ പോയിന്റ് ആക്ച്വലി. അത് ശരിക്കും മിഷൻ വരേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെ ഇങ്ങനെ തുടിപ്പിൽ നിന്നല്ലേ, സ്നേഹത്തിൽ നിന്നൊക്കെ തന്നെ. വണ്ടർഫുൾ. ഇച്ചിരി വിഷമത്തോടെ അല്ലെങ്കിൽ കുറച്ച് സങ്കടത്തോടെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് എനിക്ക് 2 വർഷം മുന്നേ സ്റ്റാസിൽ വരുന്നതിൻ്റെ മുന്നേ എനിക്ക് ഈശോ എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ എനിക്ക് പുറത്ത് പ്രൊക്ലെയിം ചെയ്യാൻ ഇച്ചിരി മടിയുള്ള നാണക്കേട്ടുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷെ സ്റ്റാസിൽ വന്ന് എനിക്ക് കിട്ടിയ കൺവിക്ഷൻസിലൂടെ എനിക്ക് ആ ധൈര്യം കിട്ടി. കാരണം ഈശോയാണ് സത്യം, ഈശോയാണ് രക്ഷ, സഭയാണ് ഏക രക്ഷാമാർഗം. അപ്പം ഞാൻ ആദ്യമേ പഠിക്കുകയും ഈശോയെക്കുറിച്ചും സഭയെക്കുറിച്ചും ഞാൻ പഠിക്കുകയും മറ്റുള്ളവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുമ്പം എൻ്റെ വിശുദ്ധി തന്നെയാണ് എൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് അല്ലേ. കാരണം ഞാൻ പറയുന്നത് ഞാൻ ആദ്യമേ പാലിക്കണമല്ലോ. ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞു അത് പാലിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ കൂടി ഉണ്ട്. അതെ. അപ്പം അത് എനിക്ക് സ്കൂൾ ലൈഫിൽ നന്നായി ചെയ്യാം, സ്കൂൾ ലൈഫ് ആൻഡ് കോളേജ് ലൈഫിൽ നന്നായി ചെയ്യാൻ പറ്റി. പിന്നെ ഇതൊന്നും അറിയാത്ത കുറേ പേരുണ്ട്, അവർക്ക് നല്ല ദാഹമുണ്ട്, പക്ഷെ അവർക്ക് അറിയാത്തത് കൊണ്ട്. അപ്പം നമ്മൾ പഠിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ആത്മാക്കളെയും കൂടെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അവർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഇതൊക്കെ അറിയണമെന്ന്. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ തന്നെയൊക്കെ നമ്മൾ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ലോർഡ് ഗീവ് us more missionaries. വിളവധികം വേലക്കാരോ ചുരുക്കം. നമ്മൾ ശരിക്ക് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും, നമ്മുടെ മക്കളൊക്കെ ഏത് ദൈവവിളി സ്വീകരിച്ചിട്ടാണെങ്കിൽ പോലും ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രഘോഷിക്കണം. ഈശോയുടെ ആഗ്രഹം അതല്ല, ലോകം മുഴുവൻ, ലോകത്തിന്റെ അറ്റം വരെ. നമുക്ക് ഇപ്പോൾ ഉള്ള റിസോഴ്സിന് ഒന്നും പോരല്ലോ. അത് ഇവള് പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എല്ലാം ഒത്തിരി സുവിശേഷ പ്രഘോഷണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്. ഒരു പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചെറുപ്പത്തിലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. പക്ഷെ അന്ന് നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ചെറുപ്പത്തിൽ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കത് സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ സ്റ്റാസിലോട്ട് വന്നു, റെസിഡൻഷ്യൽ ഫോർമേഷനിലോട്ട് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി അവസരം കിട്ടിയിട്ടുണ്ട്. അനുചേച്ചി പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഞാനിപ്പോൾ കോളേജിലോട്ട് കയറാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പ് എനിക്ക് +1 +2 ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. അതായത് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ
ഒരു സാറ് വന്നിട്ട് ഒരു നിരീശ്വരവാദിയായ ഒരു സാറ് വന്നിട്ട് ഇങ്ങനെ പറയുവാണ്, ഒരു നേച്ചർ പവർ ഉണ്ട്, അതാണ് നമ്മളിങ്ങനെ നയിക്കുന്നത്, അതാണ് ഇങ്ങനെ സൃഷ്ടിച്ചത്. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ചോര ഇങ്ങനെ തിളയ്ക്കും, എന്തുവാ ഈ സാറ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതല്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ദൈവമുണ്ട്, പിതാവായ ദൈവമുണ്ട്, അവിടെ നിന്നാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സത്യം അറിയാം. പക്ഷെ അവരത് പറയുമ്പം അന്ന് ഞാൻ എഴുന്നേറ്റ് നിന്ന് ആ സാറിനോട് ധൈര്യപൂർവ്വം ചോദിച്ചു, സാർ അപ്പൊ ആ നേച്ചർ പവറിനെ വിളിക്കുന്നതല്ലേ ദൈവം എന്ന് ഞാൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. ഇതിനെ വിളിക്കുന്നത് ദൈവം, അതെ, ആ ഒരു ഇതിനെ വിളിക്കുന്നതല്ലേ ദൈവം എന്ന് ഞാൻ എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ ചോദിച്ചു. ഇതൊക്കെ എനിക്ക് സ്റ്റാർസി വന്നതിന് ശേഷം കിട്ടിയതാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലൂടെയും ഓരോരോ ഇൻസ്റ്റൻസ് വരുമ്പോഴും നമുക്ക് കർത്താവിനെയും നമ്മുടെ സഭയെയും ഞങ്ങൾക്ക് ഇങ്ങനെ പ്രഘോഷിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് വേറെ ഇൻസ്റ്റൻസ് ഇത് കൂടിച്ചേർത്ത് പറയാനുള്ളത്, എൻ്റെ കോളേജിൽ ഒരു ദിവസം അന്ന ചേച്ചി എൻ്റെ കോളേജിലാണ് പഠിക്കുന്നത്, ഞങ്ങൾ ഒന്നിച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ GC യൂത്ത് ഉണ്ട്, ഞങ്ങൾ കുറച്ച് പേര് ഉണ്ട്, ഞങ്ങളുടെ സ്റ്റാഫിൽ തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ചേട്ടനും അവിടെയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി സഭയ്ക്കെതിരെയൊക്കെ സംസാരിച്ച, നമ്മളെ ഒത്തിരി കോലാഹലങ്ങളെ കൊണ്ടുപോയ ആൾ അവിടെ സംസാരിക്കാനായിട്ട് വന്നു. വിഷയം വേറെ ഒന്നുമല്ല, പൗരോഹിത്യത്തെയും നമ്മുടെ സഭയുടെ സംവിധാനങ്ങളെയൊക്കെ മെത്രാന്മാരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു സംവാദത്തിന്, അത് തന്നെയായിരുന്നു അവരുടെ വിഷയം. വിഷയത്തിനെ വേറെ പേരിട്ട് വിളിച്ചെങ്കിലും അത് പറഞ്ഞു വന്നപ്പോൾ അതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അൾട്ടിമേറ്റ്ലി എംപവർമെന്റ് ആയിരുന്നു വിഷയം, വിമൻ എംപവർമെന്റ് ആയിരുന്നു, പക്ഷെ കണ്ടന്റ് ഇതായിരുന്നു. വിമൺ എംപവർമെന്റ് ഒരു ഉറപ്പാട് സഭാ പുരോഹിതർ സിസ്റ്റംസ് ഒക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു കുത്തിത്തിരിപ്പൊന്നും ഇല്ലല്ലോ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അങ്ങനെ വന്ന സമയത്ത് ഒരു സമയത്തും അപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങൾ എൻ്റെ കൂടെ ഒരു ബ്രദർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3-4 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവരെ എതിരെ, കാരണം ഇവർ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പിള്ളേർ വിചാരിക്കും ഓ ഇതൊക്കെ അതാണ് ശരിയെന്ന് വിചാരിക്കും. ശരി. പക്ഷെ അപ്പോൾ ഞങ്ങൾ ഈ പുള്ളിക്കാരി ആദ്യമൊന്നും ഞങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് അവസരം തരുന്നില്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് എഴുന്നേറ്റ് നിന്ന് ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം കുറേ പേര് അനുകൂലിച്ച് പറഞ്ഞു, ഭയങ്കര വമ്പം കയ്യടിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ല, നമ്മൾ എന്തായാലും 2 വാക്ക് പറഞ്ഞിട്ടേ പോകുള്ളൂ, കാരണം നമുക്ക് ബോധ്യമുള്ള, നമ്മൾ അനുഭവിച്ച നമ്മളുടെ കൺവിക്ഷൻസിൻ്റെ കാര്യം ഇതൊന്നും അല്ല, ഇത് അവരറിയണം. ഇതിങ്ങനെ ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടായെന്നിരിക്കും, പക്ഷെ അതുകൊണ്ട് മാത്രം ഇത് മുഴുവൻ ഇങ്ങനെ ആവുന്നില്ല. ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, ഇതിങ്ങനെയാണ് ഞങ്ങളൊക്കെ വളർന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകൾ തിരിച്ചു നിൽക്കാൻ സാധിക്കും. പിന്നെ അത് ഓരോരുത്തരും അജിറ്റേറ്റഡ് ആക്കി. അപ്പോൾ എൻ്റെ കൂടെ ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദർ കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചും കൂടി ഫിലോസഫിക്കലായിട്ട് ഇതിനെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. ബ്രദറും കൂടി അങ്ങനെ നേട്ടം. അപ്പോൾ അന്നതിന് ശേഷം പിന്നെ കോളേജിലൊരു ഭീകര ഇവർ ഇതിനെ കുറിച്ചൊക്കെ റിബൽസ് ആയല്ലേ, ഒരു ഹോളി റിബൽസ് എന്നൊരു സഭ. പക്ഷേ നമുക്ക് ബോധ്യമുള്ള ഇത് സ്റ്റാർസിലൂടെ കിട്ടിയതാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ കിട്ടിയാണെങ്കിലും നമുക്ക് ആ സത്യത്തിന് വേണ്ടി, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി, നമ്മൾ നിലനിൽക്കുന്ന ആ റിയാലിറ്റിക്ക് വേണ്ടി എന്നിട്ടെന്ന് പറയാൻ, ദൈവത്തിന് വേണ്ടി സംസാരിക്കാനൊക്കെ ഒരു ശക്തി നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനൊരു ഇതൊന്ന് കമന്റ് ചെയ്തിട്ട്, അതായത് ഇവർ രണ്ടുപേരും പറഞ്ഞതിനകത്ത് എനിക്കൊരു ഭയങ്കര സീരിയസ് ഫാക്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് പലപ്പോഴും നമ്മുടെ ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവർ പോലും, സംസാരിക്കേണ്ടവർ പോലും ഈശോ ഏകരക്ഷകനാണെന്ന് പോലും പറയാനുള്ള ഒരു ചങ്കുറപ്പ് കാണിക്കാറില്ല. ശരിക്കും ഇവർ രണ്ടുപേരും ഇത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് സഭയുടെ സ്വപ്നവും സഭയുടെ പ്രതീക്ഷയും തിരുസഭയുടെ പരിശുദ്ധാത്മാവും നടത്തുന്ന വഴികളും. കാരണം ഈ ഒരു 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യമാണല്ലോ, ഇനിയുള്ള യുഗം അൽമാരുടെ യുഗമാണ്, അവരിലൂടെയാണ് വചനം പ്രഘോഷിക്കപ്പെടുന്നതും തിരുസഭ വളരാൻ പോകുന്നതും. ഐ റിയലി അപ്രീഷിയേറ്റ് ഫോർ ദാറ്റ്. സോറി, നേരത്തെ പറയാനുള്ളത് പറഞ്ഞോളൂ. അന്ന് ശരിക്കും നവീനൊക്കെ അത് റിയാക്ട് ചെയ്ത് അതിനുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് കേൾവിക്കാരായി നിന്ന കുട്ടികളെല്ലാം അത് റീതിങ്ക് ചെയ്തെന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവരത് കേട്ട് അത് വിചാരിച്ച് പോയേനെ. പക്ഷെ പലരും അത് കഴിഞ്ഞ് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇത് സത്യമാണ്, ഇങ്ങനെ ഇവർ പറഞ്ഞതിനെ കുറിച്ച് ഡിസ്കഷൻസും എല്ലാം നമ്മൾ ഹോസ്റ്റലുകളിൽ ഇരിക്കുമ്പോഴെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര നവീനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിമാനം തോന്നി. അവരന്ന് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അത് വേറെ രീതിയിലേക്കായിരിക്കും അവരുടെ ടോക്സ് പോകുന്നത്. ഇത് ഒന്ന് പറഞ്ഞു എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നം. നമുക്ക് പ്രതികരിക്കാൻ ആഗ്രഹമുണ്ട് പലർക്കും, പറയാൻ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചെങ്കിലുമൊക്കെ പേഴ്സണൽ എഫേർട്ട് എടുത്ത് പഠിക്കാനും അതിനുള്ള സാഹചര്യം. എന്തോരം ഓൺലൈൻ കോഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, എന്തോരം ട്യൂട്ടോറിയൽസ് ഇതിനൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആയിരുന്ന ട്യൂട്ടോറിയൽസ് ഉണ്ട്. ശരിക്കും നമ്മുടെ സഭാ പ്രബോധനങ്ങൾ പഠിക്കാനായിട്ടും ഈ അപ്പോളജറ്റിക്സ് വേ ഓഫ് ടോക്ക് പഠിക്കാനൊക്കെ ആയിട്ട് എന്തോരം സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ യുവജനങ്ങളൊക്കെ ഒരല്പ സമയമൊക്കെ കണ്ടെത്തി നമ്മൾ കണ്ടു തീർക്കുന്ന കുറേ GB ഒക്കെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ കഴിച്ചു തീർക്കാറുണ്ടല്ലോ, അതിനുള്ള കുറച്ച് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് GB ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു വലിയ തലമുറയല്ല നമ്മൾ ഒരു വിറ്റ്നസിങ് കൊടുത്ത് വാർത്തെടുക്കുന്നത്. ഒരു അച്ഛൻ, എനിക്ക് ഉറപ്പായിട്ട് പറയാം, അച്ഛൻ ഇതിനെപ്പറ്റി ഒരു അരമണിക്കൂർ ക്ലാസ് എടുക്കുന്നത് പവർഫുൾ ആയിരിക്കും. 1 മണിക്കൂർ ക്ലാസ് പറയാം ഇവർ ഇരുന്നിട്ട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, അതിൻ്റെ ശക്തി അത്രയും വലുതാണ്. കാരണം നിങ്ങളൊരു യുവാവാണ്, ആ കോളേജിൽ പഠിക്കുന്ന ആളാണ്, ബോധ്യത്തോടെ സംസാരിക്കുകയാണ്. ദിസ് ഈസ് ആക്ച്വലി കോൾഡ് പ്രൊക്ലമേഷൻ. ഞാനൊരു റാൻഡം ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. വാട്ട് യു തിങ്ക്, ഈ സഭ, കത്തോലിക്ക സഭ ഒരു ഔട്ട്ഡേറ്റഡ് ആണ്,
ഓൾഡ് ഫാഷനാണ്, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ സ്ഥിരം ആരോപണങ്ങളാണല്ലോ. ചർച്ച് ഒട്ടും ഓപ്പൺ അല്ല, ഭയങ്കര കൺജസ്റ്റഡ് ആണ്, ഭയങ്കര ഓർത്തഡോക്സ് ആണ് ആരോപണങ്ങൾ. യുവജനങ്ങളുടെ വലിയ ആരോപണങ്ങളുടെ മേഖലയാണല്ലോ. വാട്ട് യു തിങ്ക്? അത് പല യുവജനങ്ങൾക്ക് തോന്നാറുള്ളൊരു കൺഫ്യൂഷനാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മുടെ കഴിവുകൾ വളർത്താനായിട്ടുള്ളൊരു സ്ഥലം, അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്യാൻ നമ്മളെ ചെറുപ്പത്തിൽ കൈപിടിച്ച് നടത്തിയത് സഭയാണ്, തീർച്ചയായിട്ടും രൂപതയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒത്തിരി ഫാക്ടേഴ്സ് അതിനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ എന്നെ ആങ്കർ നിർത്തി ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഇപ്പോൾ ഞാൻ കൺവിക്ഷൻസിലേക്കൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ട്രൂത്ത് എന്ന് പറയുന്നത്, ഞാൻ സഭയെ സ്നേഹിക്കുന്നത് തിരുസഭ ആയതുകൊണ്ടാണ്, ഈശോയുടെ ശരീരം ആയതുകൊണ്ടാണ്. ഓക്കെ, സഭ എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസം ആണ്, അതായത് ഒരു ഡെഡ് റിയാലിറ്റി അല്ല. അതായത് ഇന്നത്തെ ലോകത്തിനൊപ്പം നടക്കുന്ന ലോകത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും നമ്മളിന്ന് കാണുന്നത് പോലെ ലോകത്തിലെ എല്ലാ ആനുകാലിക വിഷയങ്ങളിലും അതിനു മുമ്പോ അല്ലെങ്കിൽ അതിനൊപ്പമോ നിലപാടുകൾ എടുക്കുന്ന, അതുപോലെ തന്നെ ആളുകളെ അതിനൊപ്പം കൊണ്ടുപോകുന്ന, പിന്നെ എന്താ പറയുക എപ്പോഴും ലിവിങ് ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് ചർച്ച് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതൊരിക്കലും ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഒരിക്കലും നമുക്ക് മോറൽ കോൺഷ്യസ് ഓഫ് ദ വേൾഡ് ആണ് ശരിക്കും. ഒരു ലോകത്തിന്റെ, ഇത് ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞൊരു വാക്കാണ്, സഭ ലോകത്തിന്റെ ജീവിക്കുന്ന മനസാക്ഷിയാണെന്ന്. സഭ ഈ മോഡേൺ സ്റ്റാൻസിനോട് യോജിക്കാത്തതാണ്, സഭയെ ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയാൻ യുവജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സോക്കോൾഡ് റീസൺ. അതിനെനിക്ക് പറയാനുള്ളത്, ഫോർ എക്സാമ്പിൾ റീസെൻ്റ് ആയിട്ട് ഇപ്പം ഹോമോസെക്ഷുവാലിറ്റി എടുക്കുകയാണെങ്കിൽ തന്നെ സഭ അതിനെ അംഗീകരിക്കുന്നില്ല. അതിന് വ്യക്തമായ മോറൽ റീസൺസ് ഉണ്ട്. പെട്ടെന്ന് ഒരു ദിവസം രണ്ടുപേർക്ക് തോന്നി കുറേ നാളായിട്ട് നമ്മൾ എന്താ ഹെട്രോസെക്ഷൽ ആയിരുന്നു, ഇനിയിപ്പോൾ സെയിം സെക്സ് മാരേജ് നമുക്ക് അങ്ങ് നടപ്പിലാക്കിയാലോ എന്ന് പെട്ടെന്ന് ഉദിക്കുന്ന ഒരു മോഡേൺ സ്റ്റാൻഡ് ആയിരുന്നു അത്. പക്ഷേ 2000 വർഷമായിട്ട് സഭ കാണുന്ന മനസാക്ഷി, സഭയുടെ മനസാക്ഷി, അതിനെയല്ലേ നമ്മൾ യോജിക്കേണ്ടത്? സഭ ഈ യുഗങ്ങളൊക്കെ കടന്നു പോയതാണ്, എന്തു വലിയ നന്മ ആഗ്രഹിക്കുന്ന സഭയാണ്. അപ്പം സഭയ്ക്ക് വ്യക്തമായ റീസൺസ് ഉണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ളത്. അപ്പം പൊടുന്നനെ ഉയരുന്ന ഈ ആരോപണങ്ങളൊക്കെ അതിനെ വളരെ ലോജിക്കലായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും മാത്രമേ സഭ, എനിക്ക് തോന്നുന്നത് സഭ സ്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു ഉദാഹരണം ഒരു വെല്ലിച്ചൻ പറഞ്ഞാണ് ഓർക്കുന്നത്. ഈ ഒരു കപ്പൽ പോലാണ് സഭ. കപ്പൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ചരക്കപ്പല്ല, വലിയ കപ്പൽ പോലാണ് സഭ. സഭ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ചരക്കപ്പൽ ഒറ്റയടിക്കുന്ന യൂട്ടേൺ എടുക്കാൻ പറ്റില്ല. യൂട്ടേൺ എടുത്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇളകി മറിഞ്ഞ് അതിൻ്റെ ഒത്തിരിയുള്ള ആ സാധനങ്ങളൊക്കെ മറിഞ്ഞു. ചരക്കപ്പലൊക്കെ പതുക്കെ ഒന്ന് ആങ്കർ ചെയ്ത് പതുക്കെ വളയാറുള്ളൂ. പക്ഷെ വളയുമ്പോൾ ടോട്ടലി ഡിറക്ഷൻ മാറ്റുകയാണ്. സഭ ഒരു കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ ഇതുപോലാണ് പറഞ്ഞത്, കൃത്യമായിട്ട് സ്ലോ ചെയ്ത് സ്റ്റഡി ചെയ്ത് അതിൻ്റെ എല്ലാ വശം. എനിക്ക് തോന്നുന്നു ഈ ന്യൂജൻ പ്രശ്നങ്ങളിലൊക്കെ സഭ എന്താ പ്രതികരിക്കാത്തതെന്നറിയാവോ? ഇതുവരെ ആ ന്യൂജൻ പ്രശ്നങ്ങളെ പറ്റി ഒരു സയന്റിഫിക് ക്ലാരിറ്റി പോലും വന്നിട്ടില്ല. ഈ നമ്മൾ പറഞ്ഞ LGBTQ+ കാര്യങ്ങളിലൊന്നും പറയുന്നവർക്ക് പോലും ക്ലാരിറ്റി വന്നിട്ടില്ല. അതുകൊണ്ട് അത് മെയ്ഡപ്പ് അല്ലേ? അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ എപ്പിസോഡ് ഉറപ്പായിട്ട് നമ്മൾ നമ്മുടെ ടേണിംഗ് പോയിന്റ് ഉറപ്പായിട്ട് ഈ എല്ലാത്തിനെ പറ്റി LGBTQ+ എല്ലാത്തിനെ പറ്റിയും സഭ എങ്ങനെ നോക്കി കാണുന്നു, വിശ്വാസികൾ നോക്കി കാണുന്നു, ഉറപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സമയം തൽക്കാലം തീർന്നതുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധിയെ പറ്റിയുള്ള തിരുസഭ നമ്മൾ അസിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള എപ്പിസോഡ് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നമുക്കൊന്ന് ചേർന്ന് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ മക്കൾക്ക് കൊടുത്ത വിശുദ്ധിയെപ്പറ്റി കൊടുത്ത വലിയ ഉറപ്പിനെ ഓർത്ത്, ബോധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരെയും നീ വിളിച്ചിരിക്കുന്ന വിശുദ്ധിയിലേക്കാണല്ലോ. ഞങ്ങൾക്ക് ഓരോ വിളികൾ തന്നിരിക്കുന്നത് പോലും ഞങ്ങൾ വിശുദ്ധിയിൽ എത്തിച്ചേരാണല്ലോ. അൾട്ടിമേറ്റ് കോൾ ഈ ഹോളിനെസ്സിലേക്കാണല്ലോ. അതിന് തിരുസഭ മാതാവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും, കൂദാശകളും കുമ്പസാരവും കുർബാനയും പ്രാർത്ഥനകളും തമ്പുരാനെ എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ച് ഓരോ നിമിഷവും വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗത്തിലെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ തകർന്നു പോയ ഞങ്ങളുടെ സഹോദരങ്ങളെ, യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിൽ എത്തിച്ചേരാൻ പറ്റാതെ പോയവർ, നിരാശപ്പെട്ടു പോയവർ, ഒരു അഡിക്ഷനിൽ പെട്ടുപോയവർ, ലൈംഗികമായ തെറ്റുകൾ വീണു പോയവർ എല്ലാവരും ഈ നിമിഷം പറയാൻ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. മക്കളായ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഇവരുടെ മേൽ കനിവ് തോന്നണമേ. വലിയ പാപങ്ങളുടെ മേൽ, വലിയ പാപങ്ങളുടെ മേൽ, കളക്റ്റീവായുള്ള പാപങ്ങളുടെ മേൽ, ലോകം മുഴുവൻ ശരിയെന്ന് വിചാരിക്കുന്ന പാപങ്ങളുടെ മേൽ തമ്പുരാനെ നിന്റെ സ്വർഗത്തിന് ശക്തി അയച്ച് അതിനെയൊക്കെ തകർക്കണമെന്ന് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഒരിക്കൽ പോലും പാപം ചെയ്യാതിരുന്നവളെ, ഉത്ഭവഭാവവും കർമ്മഭാവവും ഇല്ലാതെ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോയവളെ, ഈ പാപത്തിന്റെ അന്ധകാരത്തിന്റെ മേഖലകളെ തകർക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാക്കന്മാരെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ
program Turning Point.